Aditya, good morning. Good morning, sir. Dev Kiran. Dev Kiran അല്ല കേൾക്കുന്നില്ല. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ആകാശ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഇതാണ് ഉറങ്ങിയിരുന്നേറ്റതാ? സൗണ്ട് കേൾക്കുന്നൊന്നുമല്ലോ. അല്ല, കുറച്ച് സമയം എണീച്ചിട്ട് തണുപ്പ് പിടിച്ചു. നന്ദന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. അലോക്. സാർ. ബിതിൽ രാജ്. ബിതിൽ രാജ് ഇല്ല, വന്നിട്ടില്ല. ബിതിൽ രാജ് വന്നിട്ടില്ല. പാർവൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. പന്ത്രണ്ട് ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്. 12 അല്ല, 11 ആള്. ഞാനടക്കം 11 ആള്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. യാതുൽ ദാസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. സോ നമ്മൾ പഠിച്ചു എന്താണ് അക്കോസ്റ്റിക്സ് എന്ന് പഠിച്ചു. വാട്ട് ഈസ് അക്കോസ്റ്റിക്സ്? ഇതാ ആകാശ്, അക്കോസ്റ്റിക്സ് എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്? വാട്ട് ഈസ് അക്കോസ്റ്റിക്സ്? ബ്രാഞ്ച് ഓഫ് സൗണ്ട്. സൗണ്ടിനെ കുറിച്ചും സൗണ്ടിന്റെ അബ്സോർപ്ഷൻ, റിസപ്ഷൻ, അങ്ങനെ സൗണ്ടിനെ റിലേറ്റ് ചെയ്യുന്ന എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അക്കോസ്റ്റിക്സ്. ഓക്കെ, സോ നമ്മൾ സൗണ്ടിനെ രണ്ടായിട്ട് തരംതിരിച്ചു, മ്യൂസിക്കൽ സൗണ്ട് ആൻഡ് നോയിസ്. എന്തെങ്കിലും ഡിഫറൻസ് പറയാൻ പറ്റുമോ പ്രത്യുഷേ? എനി ഡിഫറൻസ് ബിറ്റ്വീൻ മ്യൂസിക്കൽ സൗണ്ട് ആൻഡ് നോയിസ്? എന്താ സാർ? മ്യൂസിക്കൽ സൗണ്ടും നോയിസും തമ്മിലുള്ള എന്തെങ്കിലും ഡിഫറൻസ് പറയാൻ പറ്റുമോ? മ്യൂസിക്കൽ സൗണ്ട് നോയിസാ? നോയിസ് മറ്റേ കേൾക്കുന്നല്ലേ പറയുമ്പോൾ? ഓക്കെ, അറിയാൻ കുഴപ്പമില്ല. നോയിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈൻഡിന് അല്ലെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ ഒരു പ്ലേസിങ് എഫക്റ്റ് തരാത്ത, ഡിസ്റ്റർബിങ് എഫക്റ്റ് തരുന്ന എന്ത് സൗണ്ടും നോയിസ് ആണ്. ഇനിയല്ല, നമുക്ക് കേൾക്കുമ്പോൾ ഒരു പ്ലേസിങ് എഫക്റ്റ് തരുന്ന അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് പാർട്ടിക്കിൾസ്, റിപ്പീറ്റേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് മ്യൂസിക്കൽ സൗണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് വി ഡിസ്കസ്ഡ് അബൌട്ട് സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മ്യൂസിക്കൽ സൗണ്ട്. ദാറ്റ് മീൻസ് സം പാരാമീറ്റേഴ്സ് ദാറ്റ് ഡിഫൈൻ മ്യൂസിക്കൽ സൗണ്ട്. മ്യൂസിക്കൽ സൗണ്ടിനെ അല്ലെങ്കിൽ സൗണ്ടിനെ ഡിഫൈൻ ചെയ്യുന്ന ചില പാരാമീറ്റേഴ്സ് പഠിച്ചു. അതൊരു സൗണ്ട് വേവിനെ കാണുമ്പം സം പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. വാട്ട് ആർ ദേ? ഏതെങ്കിലും ഒരു രണ്ടെണ്ണം ഉദാഹരണം പറയാൻ പറ്റുമോ? ആരാ പറയാം? പാർവൺ, ഒരു 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് പറഞ്ഞേ. പാർവൺ, സാർ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട്. അഭിജിത്ത്. അഭിജിത്ത്. അഭിജിത്ത് കേൾക്കുന്നില്ല. റെസ്പോണ്ട് ചെയ്യണം, അറിയില്ലെങ്കിൽ അറിയാം. ഓക്കെ, അഭിജിത്ത് ലെഫ്റ്റ്. ഹലോ. ശ്രീകാന്ത്, അഭിജിത്ത് 2 സൗണ്ടിന്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് പറ. Can you say two characteristics? പിച്ച്. Yeah, pitch is the one of the characteristics of sound. Okay, ഒന്ന് പിച്ചാണ്. അടുത്ത ഏതെങ്കിലും ആരാ പറയുന്നത്? ശ്രീകാന്ത്, വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട്. ലൗഡ്നെസ്. ലൗഡ്നെസ് ഈസ് അനദർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി വേറൊന്നും കൂടി ആരാ പറയാ? സായന്ത് ലെഫ്റ്റ് ആണ്. ദേവ് കിരൺ. ഓക്കെ, സായന്ത് പറഞ്ഞു. സായന്ത്, പിച്ച്, ലൗഡ്നെസ്, 2 കാര്യങ്ങൾ പറഞ്ഞു. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. സായന്ത് സുരേഷ്. സായന്തിനെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ?
സയൻസ് ക്ലാസ്സിൽ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, വേറെ ആരാ പറയാം? ഡേവ് കിരൺ തന്നെ പറഞ്ഞു. വൺ അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മ്യൂസിക്കൽ സൗണ്ട്. സൗണ്ട് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ ക്വാളിറ്റി ഈസ് അനദർ ക്യാരക്ടറിസ്റ്റിക്സ്. അങ്ങനെ പല ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഇന്റൻസിറ്റി, നീ ഇപ്പൊ ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞു. ഹൗ ഇന്റൻസിറ്റി ഈസ് കണക്റ്റഡ് ടു ആംപ്ലിറ്റ്യൂഡ്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഇന്റൻസിറ്റി? ഇന്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഓക്കെ, അഭിറാം. അഭിറാമേ, ഓൾറെഡി 5 മിനിറ്റ് ലേറ്റ് ആണ്, എന്നാലും കുഴപ്പമില്ല. ഇതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഇന്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും തമ്മിലുള്ള റിലേഷൻ. ഇന്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡ്. What is the relation? Intensity is proportional to what? സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. Yeah, intensity is proportional to square of the amplitude. സോ ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ത്രഷോൾഡ് മിനിമം ഇന്റൻസിറ്റി പഠിച്ചു. അതായത് നമുക്ക് കേൾക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ ശബ്ദം, ദ ഫെയിൻറ്റസ്റ്റ് സൗണ്ട് ദാറ്റ് എ ഹ്യൂമൻ ഇയർ ക്യാൻ ഇന്റർസെപ്റ്റ്. അതാണ് ത്രഷോൾഡ് മിനിമം. ത്രഷോൾഡ് മിനിമത്തിന്റെ ഇന്റൻസിറ്റി എത്രയായിരുന്നു? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ത്രഷോൾഡ് മിനിമം? നന്ദന ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഓർക്കുന്നുണ്ടോ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ത്രഷോൾഡ് മിനിമം? I0. സാർ ക്ലാസ്സിൽ ഇല്ലേനു. അടിപൊളി. വേറെ ആരെയുള്ള? ഓക്കെ, ബിദിൽ രാജ് അബ്സെന്റ് അല്ലല്ലോ. ബിദിൽ രാജിനെ ഇവിടെ കാണുന്നുണ്ടല്ലോ. ബിദിൽ രാജ്, ബിദിൽ രാജ്, എന്തിന്റെ യൂണിറ്റ് ആണ് ഡെസിബെൽ? ഡെസിബെൽ, വാട്ട് ഈസ് ദ? കേൾക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ? അതിനൊരു ഡെഫിനറ്റ് ടേം ഉണ്ട്. ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മ്യൂസിക്കൽ സൗണ്ട്. സൗണ്ടിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിന്റെ യൂണിറ്റ് ആണ് ഡെസിബെൽ. വാട്ട് ഈസ് ദാറ്റ്? ബെൽ അല്ലെങ്കിൽ ഡെസിബെൽ. What is the unit? What is the loudness, specific parameter? intensity. കേട്ടില്ല. ലൗഡ്നെസ് ഇല്ല. ലൗഡ്നെസ് ആണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഒരു പാരാമീറ്റർ ഉണ്ട്. ഡെസിബൽ ഇസ് ദ യൂണിറ്റ് ഓഫ്. വാട്ട് ഇസ് ദ സ്പെസിഫിക് പാരാമീറ്റർ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സിന്റെ പേര് പറ. പേജ് നമ്പർ 173 ടെക്സ്റ്റില്. അടുത്ത് എന്തിന്റെ യൂണിറ്റ് അവിടെ ബെൽ എന്ന് കൊടുത്തിരിക്കുന്നത്? ലൗഡ്നെസ് ഓർ ഇന്റൻസിറ്റി ലെവൽ. യാദുൽ ദാസ്, യാദുൽ ദാസ്, സാർ എന്തിന്റെ യൂണിറ്റ് ആണ് ബെൽ അല്ലെങ്കിൽ ഡെസിബെൽ? ഇന്റൻസിറ്റി ഓഫ് സൗണ്ട്. ഇന്റൻസിറ്റി അല്ല, സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ. അതായത് ഇന്റൻസിറ്റിയുടെ റേഷ്യോയുടെ യൂണിറ്റ് ആണ്. രണ്ട് സൗണ്ട് ഇന്റൻസിറ്റിയുടെ റേഷ്യോയുടെ യൂണിറ്റ് ആണ് സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ. അല്ലെങ്കിൽ കമ്പയറിംഗ് വിത്ത് ത്രഷോൾഡ് മിനിമം. നമ്മുടെ കയ്യിലുള്ള സൗണ്ട് വേവിന്റെ ഇന്റൻസിറ്റി എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? ത്രഷോൾഡ് മിനിമം ഇന്റൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇന്റൻസിറ്റി ലെവൽ അല്ലെങ്കിൽ ലൗഡ്നെസിന്റെ ഡിഫറൻസിന്. നമ്മുടെ ഇഫ് വി ആർ ടേക്കിംഗ് എ സൗണ്ട്, നമ്മളൊരു സൗണ്ട് വേവ് എടുക്കുന്നു, അതിന്റെ ലൗഡ്നെസ് എത്രയാണ്? ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൗഡ്നെസ് ഓഫ് ത്രഷോൾഡ് മിനിമം? ത്രഷോൾഡ് മിനിമം ഇന്റൻസിറ്റി, നമുക്ക് കേൾക്കാൻ പറ്റിയ ഏറ്റവും ഫെയിൻറ്റസ്റ്റ് സൗണ്ടിന്റെ ലൗഡ്നെസ്സുമായിട്ടുള്ള ഡിഫറൻസിനെ അല്ലെങ്കിൽ ഇന്റൻസിറ്റിയുടെ റേഷ്യോനെയാണ് നമ്മൾ സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ എന്ന് പറയാ. അതിന്റെ യൂണിറ്റ് ആണ് ബെൽ അല്ലെങ്കിൽ ഡെസിബെൽ എന്ന് പറയുന്നത്. എന്താ? ഇറ്റ് ഈസ് 1/10 ഓഫ് ബെൽ. ബെല്ലിന്റെ 1/10 അല്ലെങ്കിൽ 10-1 ഡെസിബെൽ. സോ ദാറ്റ് ഈസ് സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ. സോ നമ്മൾ ലൗഡ്നെസ് അല്ലെങ്കിൽ സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ, നമ്മളൊരു സൗണ്ടിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? സോ ഇത്ര ഡെസിബെൽ ഉള്ള സൗണ്ട് ആണെന്ന് പറയും. ദിസ് ഈസ് ദ പാരാമീറ്റർ വിച്ച് ഡിഫൈൻസ് വാട്ട് ഈസ് ഡെസിബെൽ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ടുഡേ we are going to discuss. First one is, what is absorption? So when someone talks in a hall or some music is played in a hall, we know that sound energy is propagated in all direction. അതായത് ഒരു ഹാളിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്പേസിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ when a sound is produced അല്ലെങ്കിൽ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അയാളുടെ ചുറ്റും അല്ലെങ്കിൽ 360 അല്ലെങ്കിൽ
ചുറ്റുമുള്ള എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യും? സൗണ്ട് എനർജി ഈസ് പ്രൊപ്പഗേറ്റിംഗ്. സോ അസൈം ദാറ്റ് ദർ വിൽ ബി സോ മെനി മെറ്റീരിയൽസ് ഇൻ ദ ഹാൾ. ഉദാഹരണത്തിന് ഒരു സ്പീക്കർ ഒരു ഹാളിലാണ് വെച്ചിരിക്കുന്നത്. സോ സൗണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. പക്ഷെ ആ ഹാളിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. യാ, ദർ ഈസ് ഫ്ലോർ. ആ ഹാളിന് ഫ്ലോർ ഉണ്ടാവും. ആൻഡ് ദർ വിൽ ബി ലോട്ട് ഓഫ് വാൾസ് ആൻഡ് സീലിംഗ്, ഫർണിച്ചേഴ്സ്. ഇനി അവിടെ ഓഡിയൻസ് ഉണ്ടെങ്കിൽ ആ ഓഡിയൻസ് ഉണ്ടാവും. സോ ദർ വിൽ ബി സോ മെനി മെറ്റീരിയൽസ് ഇൻ ദാറ്റ് ഹാൾ. സോ വാട്ട് ഹാപ്പൻസ്? എന്ത് സംഭവിക്കും? ദിസ് സൗണ്ട് എനർജി വിൽ ഗെറ്റ് അബ്സോർബ്ഡ് ബൈ ഓൾ ദീസ് മെറ്റീരിയൽസ്. സോ ഒരു ഹാളിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്പേസിൽ കാണുന്ന എല്ലാ മെറ്റീരിയൽസിലും എന്ത് ചെയ്യും? സൗണ്ട് എനർജി ഇൻസിഡന്റ് ചെയ്യും. ആൻഡ് ദാറ്റ് സൗണ്ട് എനർജി വിൽ ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദാറ്റ് മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അനദർ ഫോംസ്. സോ ഒരു മെറ്റീരിയൽ എനർജി സൗണ്ട് എനർജി അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? വേറെ ഫോമിലേക്ക് മാറ്റുന്നു. സോ ആൻഡ് ദിസ് പ്രോസസ് of a surface by which incident sound energy is converted into other forms of energy is called absorption. അതായത് സൗണ്ടിന്റെ പാത്തിൽ ഒരു മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സൗണ്ട് എനർജിയുടെ കുറച്ച് ഭാഗം എന്ത് ചെയ്യും? ഈ മെറ്റീരിയൽ അബ്സോർബ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ ആണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അബ്സോർപ്ഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദി എമൗണ്ട് ഓഫ് ദി എനർജി അബ്സോർബ്ഡ് ബൈ എ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് സർഫസ് ആൻഡ് നാച്ചർ. സോ എത്രത്തോളം സൗണ്ട് എനർജി അബ്സോർബ് ചെയ്യും എന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഈ മെറ്റീരിയൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഈസ് ഇറ്റ് സർഫസ് ആൻഡ് ദ നാച്ചർ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് എ പെർഫെക്റ്റ് അബ്സോർബർ? സോ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ അബ്സോർപ്ഷൻ? The material will accept or absorb sound energy when it is kept near to a sound source. ഒരു സൗണ്ട് സോഴ്സിന്റെ അടുത്ത് ഒരു മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കും? സൗണ്ട് വേവ്സ് ഈ മെറ്റീരിയൽ ഇൻസിഡന്റ് ചെയ്യും. ഒരു വൺ പാർട്ട് ഓഫ് എനർജി വിൽ ഗെറ്റ് അബ്സോർബ്ഡ് to this material and it is called absorption. Now what is a perfect absorber? ഒരു പെർഫെക്റ്റ് അബ്സോർബർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? What do you mean by that? A perfect absorber means it absorbs the all amount of energy which is incident on it. അതായത് ആ ഒരു സർഫസിൽ ഇൻസിഡന്റ് ചെയ്യുന്ന മുഴുവൻ എനർജി എന്ത് ചെയ്യും? ഈ സർഫസ് അബ്സോർബ് ചെയ്യും. അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് അബ്സോർബർ എന്ന് വിളിക്കുന്നത്. സോ an open window is considered to be a perfect absorber. നമ്മളൊരു ഓപ്പൺ വിൻഡോയുടെ നേരെ ഒന്ന് സംസാരിക്കാന്ന് വെച്ചു. അതായത് നമ്മുടെ ക്ലാസ് റൂമിൽ കയറി വിൻഡോ ജനൽ തുറന്നിട്ടു എന്നിട്ട് അതിന് നേരെ സംസാരിക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഓൾ ദി എനർജി ഇൻസിഡന്റ് ഓൺ ദാറ്റ് ഓപ്പൺ വിൻഡോ വിൽ ഗെറ്റ് അബ്സോർബ്ഡ്. നമ്മൾ ഓപ്പൺ വിൻഡോയിലൂടെ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും? സൗണ്ട് എനർജി മുഴുവൻ ആ ഓപ്പൺ വിൻഡോയിൽ കൂടെ പുറത്തേക്ക് പോകും. അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ സം അതർ മീനിങ് ദാറ്റ് മെറ്റീരിയൽ ഇഫ് യു അസ്യൂം ദാറ്റ് ഇസ് എ സർഫസ്, ആ ഓപ്പൺ വിൻഡോയെ നമ്മളൊരു സർഫസ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ എന്താ? ആ സർഫസ് സൗണ്ട് എനർജീനെ കംപ്ലീറ്റ് ആയിട്ട് 100% ഓഫ് സൗണ്ട് എനർജി വിച്ച് ഗെറ്റ്സ് ഇൻസിഡന്റ് ഓൺ ദാറ്റ് സർഫസ് ഈസ് അബ്സോർബ്ഡ്. ആ ഇൻസിഡന്റിൽ അബ്സോർബ് ചെയ്യുന്ന 100% സൗണ്ട് എനർജി എന്ത് ചെയ്തു? ആ മെറ്റീരിയൽ അബ്സോർബ് ചെയ്തു. എന്ത്? ഓപ്പൺ വിൻഡോ. So that is called a perfect absorber. So open window is a unit for absorbance. So നമ്മൾ അബ്സോർപ്ഷൻ പറയുമ്പോൾ അതിന്റെ ഒരു സ്പെസിഫിക് യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ് ഓപ്പൺ വിൻഡോ. സോ വാട്ട് ഈസ് ഓപ്പൺ വിൻഡോ? ഓപ്പൺ വിൻഡോ ഈസ് എ പെർഫെക്റ്റ് അബ്സോർബർ. ഇൻസിഡന്റ് ചെയ്യുന്ന സൗണ്ട് എനർജി മുഴുവൻ അബ്സോർബ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ, ഒരു സർഫസ് ആണ് എന്ത്? ഓപ്പൺ വിൻഡോ. സോ ഓപ്പൺ വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്ന ഓപ്പൺ വിൻഡോ തന്നെയാണ്. വാട്ട് ഹാപ്പൻസ് ഇൻ ആൻ ഓപ്പൺ വിൻഡോ? ദാറ്റ് ഈസ് ദ കേസ്. So what do you mean by absorption? So നിങ്ങൾ പേജ് നമ്പർ 174 അബ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഉണ്ട്. സോ അതിൽ നിന്നാണ് ഞാൻ എടുത്ത് പറയുന്നത്. അതിൽ ചില സെന്റൻസ് ആണ് ഞാൻ സ്ലൈഡിൽ ചേർത്തിരിക്കുന്നത്. സോ അബ്സോർപ്ഷൻ ഈസ് അബ്സോർപ്ഷൻ. അതായത് എന്താ? സൗണ്ട് എനർജി അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു അതൊക്കെ ആ മെറ്റീരിയലിന്റെ നാച്ചുറിനെയും ഷേപ്പിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പെർഫെക്റ്റ് അബ്സോർബർ. വാട്ട് യു മീൻ ബൈ പെർഫെക്റ്റ് അബ്സോർബർ? പെർഫെക്റ്റ് അബ്സോർബർ മീൻസ് the material will absorb all the amount of energy. An open window is best perfect absorber. Now what is absorption coefficient? So നമ്മൾ പറഞ്ഞു ഒരു സർഫസ്, സൗണ്ടിന്റെ പാത്തിൽ ഒരു സർഫസ് വെച്ച് കഴിഞ്ഞാൽ what will happen? It will absorb sound energy. And absorption coefficient alpha is defined by page number 175 absorption coefficient of the surface of a material. അതിൽ കൊടുത്തിട്ടുണ്ട് absorption coefficient of the surface of material. അഭിറാമ ടെക്സ്റ്റ് ഉണ്ടോ? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യില്? അഭിറാം ടെക്സ്റ്റ് ഉണ്ട്. എങ്കിൽ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് സർഫസ് ഓഫ് എ മെറ്റീരിയൽ അതൊന്ന് വായിച്ച, ചിരിച്ചെഴുതിയിരിക്കുന്ന സംഭവം ഒന്ന് വായിച്ച. ഡെഫിനിഷൻ റെഡി? The absorption coefficient of the material alpha is defined as the ratio of the source energy absorbed by an area of its surface to the amount of the sound energy absorbed by the same area of open window. Okay. So absorption coefficient alpha is equal to amount of sound energy
1 minute. Sorry. Amount of sound energy absorbed by surface divided by amount of sound energy absorbed by same area of open window. So what is absorption coefficient? Absorption coefficient is the ratio of amount of sound energy absorbed by that surface to the amount of sound energy absorbed by same amount of open window. അതായത് നമ്മളൊരു സർഫസ് എടുക്കുകയാണ്. Assume that we are taking a surface and assume that surface area is S and energy absorbed by this surface area is ES. ഒരു സർഫസ് അസ്യൂം ചെയ്യുക, അതിന്റെ സർഫസ് ഏരിയ എന്താണ്? എസ് ആണെന്ന് വിചാരിക്കുക. ടോട്ടൽ സർഫസ് ഏരിയ ഈസ് എസ് ആൻഡ് ദി എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ് ബൈ ദി സർഫസ് ഏരിയ ഈസ് ഇ എസ്. ഈ മെറ്റീരിയലിന്റെ ഇത്രയും സർഫസിൽ കൂടി സർഫസിൽ അബ്സോർബ് ചെയ്യുന്ന എനർജി ഇ എസ് ആണെന്ന് വിചാരിക്കുക. ദെൻ ആൽഫ ഈസ് ഗിവൺ അസ് ES divided by, that is amount of sound energy absorbed by that surface divided by amount of sound energy absorbed by same area of open window. That open window ile same area. That means if what is the energy absorbed by an open window of area S. So നമ്മൾ പറഞ്ഞു മെറ്റീരിയലിന്റെ സർഫസ് ഏരിയ എസ് ആണ്. സോ ആ മെറ്റീരിയൽ അബ്സോർബ് ചെയ്യുന്ന എനർജി ഇ എസ് ആണ്. സോ വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ് ബൈ സെയിം എമൗണ്ട് ഓഫ് ഓപ്പൺ വിൻഡോ? ഓപ്പൺ വിൻഡോ ആണെങ്കിൽ ഇത്രയും ഏരിയ ഉള്ള ഒരു ഓപ്പൺ വിൻഡോ എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്യും? ദാറ്റ് ഈസ് സം സേ ഇഒ എന്ന് വിളിക്കുക. സോ ഇഎസ് ബൈ ഇഒ, ദാറ്റ് ഈസ് ആൽഫ. സോ വാട്ട് ഈസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആൽഫ? Alpha, it is the amount of sound energy absorbed by surface divided by amount of sound energy absorbed by the same area of open window. ഒരു സർഫസ് എടുക്കുന്നു, ആ സർഫസിൽ എത്രത്തോളം സൗണ്ട് എനർജി ഇൻസിഡന്റ് ചെയ്തു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെട്ടു, ഡിവൈഡഡ് ബൈ എന്തിനോടുള്ള റേഷ്യോ? അത്രയും സൗണ്ട് ഏരിയയിൽ ഓപ്പൺ വിൻഡോ, ആ മെറ്റീരിയലിന്റെ പകരം ഓപ്പൺ വിൻഡോ ആയിരുന്നെങ്കിൽ എത്രത്തോളം സൗണ്ട് എനർജി അബ്സോർബ് ചെയ്തേനെ. ദാറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഇ എസ് ആൻഡ് ഇഒ, അല്ലെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു സം ഇ എസ് ബൈ ഇഒ. സോ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ മനസ്സിലാക്കിയിരിക്കുക. ഓർ ഇൻ അനദർ കേസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആൽഫ ക്യാൻ ബി ടേക്കൺ ആസ് ആൽഫ ഈസ് ഈക്വൽ ടു എ ബൈ എസ്. വാട്ട് ഈസ് എ ബൈ എസ്? സോ എസ് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് മെറ്റീരിയൽ. വി ആർ ടേക്കിംഗ് എ മെറ്റീരിയൽ, നമ്മളൊരു മെറ്റീരിയൽ എടുക്കുന്നു, അതിന്റെ സർഫസ് ഏരിയ എസ് ആണെന്ന് വിചാരിക്കുക. ഇതില് ഈ മെറ്റീരിയലിൽ അബ്സോർബ് ചെയ്ത എനർജി ഇ എസ് ആണെന്ന് വിചാരിക്കുക. Now, what amount of open window is required? What amount or how much area of open window is required to absorb the energy ES? ES എന്ന് പറഞ്ഞ എനർജി അബ്സോർബ് ചെയ്യാൻ ഓപ്പൺ വിൻഡോയിലെ എത്ര ഏരിയ വേണം? ദാറ്റ് ഈസ് എ. സോ ഐ ആം എക്സ്പ്ലെയിനിങ് ദിസ് വൺ അഗെയിൻ. ഞാൻ ഒരു പ്രാവശ്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് ഒരു മെറ്റീരിയൽ എടുത്തു, സൗണ്ടിന്റെ പാത്തിൽ ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിന്റെ സർഫസ് ഏരിയ എസ് ആണ്, അതിൽ അബ്സോർബ് ചെയ്യുന്ന എനർജി ഇ എസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഓപ്പൺ വിൻഡോയിൽ ഇ എസ് എന്ന് പറയുന്ന സൗണ്ട് എനർജി അബ്സോർബ് ചെയ്യാൻ എത്രത്തോളം ഏരിയ വേണം? കാരണം ഓപ്പൺ വിൻഡോ പെർഫെക്റ്റ് അബ്സോർബർ ആണ്. സോ ഓപ്പൺ വിൻഡോയിൽ ഇ എസ് എന്ന ഏരിയ അബ്സോർബ് ചെയ്യാൻ, ഇ എസ് എന്ന എനർജി അബ്സോർബ് ചെയ്യാൻ എത്രത്തോളം ഏരിയ വേണം? ദാറ്റ് ഈസ് എ. ദെൻ ദ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ ഈസ് ഈക്വൽ ടു എ ബൈ എസ്. എസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ എടുത്ത മെറ്റീരിയലിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. എ എന്ന് പറയുന്നത് ഈ സർഫസ് അബ്സോർബ് ചെയ്ത എനർജി അബ്സോർബ് ചെയ്യാൻ ഓപ്പൺ വിൻഡോയ്ക്ക് എത്രത്തോളം ഏരിയ വേണം? ദാറ്റ് ഈസ് എ. സോ ആൽഫ ഈസ് ഈക്വൽ ടു എ ബൈ എസ്. ഓർ ടോട്ടൽ അബ്സോർപ്ഷൻ എ ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ എസ്. അല്ലെങ്കിൽ ടോട്ടൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആൽഫ ഇൻറ്റു എസ്. മെറ്റീരിയലിന്റെ സർഫസ് ഏരിയ എസ് തന്നു, അതിന്റെ കോഎഫിഷ്യന്റ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ആസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഈസ് ആൽഫ, then we can write that total absorption area A is equal to alpha S. So open window ile area A, what do you mean by that? So in order to understand that, we want to discuss what is unit of absorption. In unit of absorption is called sabine. അബ്സോർപ്ഷന്റെ യൂണിറ്റ് ആണ് സബൈൻ. വാട്ട് ഈസ് വൺ സബൈൻ? ഒരു സബൈൻ എന്ന് പറഞ്ഞതാ, വൺ സബൈൻ ഓർ 1 meter square sabine
is the amount of sound energy absorbed by 1 square meter of open window. 1 meter square സബൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി അബ്സോർബ്ഡ് ബൈ 1 meter square ഓഫ് ഓപ്പൺ വിൻഡോ. ഓപ്പൺ വിൻഡോയിലെ 1 meter സ്ക്വയർ അല്ലെങ്കിൽ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ അബ്സോർബ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 meter square സബൈൻ എന്ന് പറയുന്നത്. സോ ഇഫ് വി ഹാവ് എ മീറ്റർ സ്ക്വയർ സബൈൻ, സോ ഒരു മെറ്റീരിയലിന്റെ കേസിൽ നമ്മുടെ ടോട്ടൽ അബ്സോർപ്ഷൻ എ ആണെന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താ? എ മീറ്റർ സ്ക്വയർ സബൈൻ. ദാറ്റ് മീൻസ് അത്രത്തോളം എനർജി എന്ത് ചെയ്തു? ഈ മെറ്റീരിയൽ അബ്സോർബ് ചെയ്തു. സോ the specific area in open window represents the energy absorbed by material. So open window-യിൽ ഇത്രത്തോളം ഏരിയ വേണം എന്നതിന്റെ അർത്ഥം എന്താ? അത്രത്തോളം എനർജി ആ മെറ്റീരിയൽ അബ്സോർബ് ചെയ്തു എന്നാണ്. സോ വായിച്ചു നോക്കുക പേജ് നമ്പർ 174 and 175. സോ കൺഫ്യൂസിംഗ് അല്ല, കൺസെപ്റ്റ് സിമ്പിൾ ആണ്. സോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക പേജ് നമ്പർ 170, ആ പെർഫെക്റ്റ് അബ്സോർബർ മുതലുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കുക. ഞാനൊരു 4 മിനിറ്റ് തരാം. ഓക്കെ, സോ ഇതാണ് പറഞ്ഞത്. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റോ അല്ലെങ്കിൽ പ്രിന്റ് ഔട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഈ വായിച്ചു നോക്കാൻ പറഞ്ഞാൽ വായിച്ചു നോക്കാൻ പറ്റില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കുക. യു ഹാവ് എനി ഡൗട്ട്? ഞാൻ നാളെ ചോദ്യം ചോദിക്കുമ്പം ഇന്നലെ ഉണ്ടായിരുന്നില്ല, മനസ്സിലായിട്ടില്ല എന്നും പറയരുത്. ഇപ്പൊ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ പറയാം. സോ മനസ്സിലാക്കേണ്ട കാര്യം, യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എൻ ഓപ്പൺ വിൻഡോ. സോ ആദ്യമേ മനസ്സിലാക്കുക ഓപ്പൺ വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്. ഓപ്പൺ വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെർഫെക്റ്റ് അബ്സോർബർ ആണ്. ഓപ്പൺ വിൻഡോയിൽ ഇൻസിഡന്റ് ചെയ്യുന്ന 100% ടോട്ടൽ എനർജിയും ഓപ്പൺ വിൻഡോ അബ്സോർബ് ചെയ്യും. സോ ഓപ്പൺ വിൻഡോ എന്താ? ഈ അബ്സോർപ്ഷന്റെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ 1 meter square സബൈൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 meter square സബൈൻ ആണ് അബ്സോർബൻസിന്റെ യൂണിറ്റ് ആണ് സബൈൻ, അല്ലെങ്കിൽ അബ്സോർപ്ഷന്റെ യൂണിറ്റ് ആണ് സബൈൻ. സബൈൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 meter square ഓപ്പൺ വിൻഡോ എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്യുന്നു, അതാണ് 1 meter square സബൈൻ. സോ നമ്മളൊരു സർഫസ് എടുത്തു, അതിന്റെ സർഫസ് ഏരിയ എസ് ആണ്. എ എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഏരിയ റിക്വയർഡ് ബൈ ഓപ്പൺ വിൻഡോ. ഈ എസ് എന്ന സർഫസ് ഏരിയ ഉള്ള മെറ്റീരിയലിന് അത് കുറച്ച് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അത്രയും എനർജി അബ്സോർബ് ചെയ്യാൻ നമ്മൾ ഓപ്പൺ വിൻഡോയ്ക്ക് എത്ര ഏരിയ വേണം? ദാറ്റ് ഈസ് എ. സോ ഓപ്പൺ വിൻഡോയ്ക്ക് എത്ര ഏരിയ വേണം എന്ന് എ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി അബ്സോർബ് ബൈ ദാറ്റ് മെറ്റീരിയൽ. സോ ഓപ്പൺ വിൻഡോയ്ക്ക് ഇത്ര ഏരിയ വേണം എന്നതിന്റെ അർത്ഥം എന്താ? അത്രത്തോളം എനർജി അബ്സോർബ് ചെയ്യപ്പെട്ടു എന്നാണ്. സോ എ ഈസ് ഈക്വൽ ടു ആൽഫ എസ്. സോ പല മെറ്റീരിയലിന്റെയും അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കൊടുത്തിട്ടുണ്ട്. ഫോർ ഓപ്പൺ വിൻഡോ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഈസ് 1. ദാറ്റ് മീൻസ് ഇൻസിഡന്റ് ചെയ്യുന്ന ടോട്ടൽ എനർജി എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യപ്പെടും. നെക്സ്റ്റ് വൺ ഈസ് വെന്റിലേറ്റേഴ്സ്. ഇൻ കേസ് ഓഫ് വെന്റിലേറ്റേഴ്സ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഈസ് 0.2 to 0.5. In case of curtains the absorption coefficient is 0.2. In case of fiber or straw bodies 0.3. And the unit of absorption coefficient is open window unit. Absorption coefficient unit എന്താ? ഓപ്പൺ വിൻഡോ യൂണിറ്റ് ആണ്. അതിപ്പോഴും 1നേക്കാൾ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 1. കാരണം അടിയിൽ എന്താ? ആ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് റേഷ്യോ, ലുക്ക് അറ്റ് ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ഈസ് amount of sound energy absorbed by same area of open window. ഓപ്പൺ വിൻഡോ അബ്സോർബ് ചെയ്യുന്ന ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സൗണ്ട് എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡിനോമിനേറ്ററിനേക്കാൾ ഒരിക്കലും ന്യൂമിനേറ്റർ വലുതായില്ല. കാരണം എന്താ? ഡിനോമിനേറ്ററിൽ പെർഫെക്റ്റ് അബ്സോർബർ ആണ്. അതിനേക്കാൾ അബ്സോർബൻസ് ഉള്ള വേറൊരു മെറ്റീരിയലും ഇല്ല. സോ ദി യൂണിറ്റ് ഓഫ് absorption coefficient is open window unit and unit of absorption is meter square സബൈൻ. അല്ലെങ്കിൽ അബ്സോർപ്ഷന്റെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ സബൈനും ആൻഡ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് യൂണിറ്റ് ഓപ്പൺ വിൻഡോ യൂണിറ്റും ആണ്. സോ അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കോ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കോ ആൻഡ് റിവർബറേഷൻ? സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കോ ആൻഡ് റിവർബറേഷൻ? സോ നൗ വാട്ട് ഈസ് എക്കോ? എക്കോ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ ദാറ്റ്?
Echo is produced when the sound from a surface reaches the listener's listener's ear after the original sound from source has been heard directly. The original sound കേട്ട് കഴിഞ്ഞിട്ടും സൗണ്ടിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ ഇയറിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്കോ എന്ന് പറയുന്നത്. സോ ഒന്നും കൂടി ഡെഫിനിഷൻ വായിക്കുക. എക്കോ ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ സൗണ്ട് ഫ്രം ദി സർഫസ് റീച്ച് ദ ലിസണേഴ്സ് ഇയർ ആഫ്റ്റർ ദി ഒറിജിനൽ സൗണ്ട് ഫ്രം ദി സോഴ്സ് ഹാസ് ബീൻ ഹെർഡ് ഡയറക്ട്ലി. അതായത് ഞാനിവിടെ കാണും, ഇതാണ് സൗണ്ട് സോഴ്സ് എന്ന് വിചാരിക്കുക. അസ്യൂം ദാറ്റ് ദിസ് ഈസ് ദ സൗണ്ട് സോഴ്സ്. സോ ഹിയർ വി ഹാവ് ലിസണർ, ഇവിടെയാണ് ലിസണർ ഉള്ളത്. ഹിയർ വി ഹാവ് ലിസണർ. സോ എന്ത് ചെയ്യും, ആദ്യം ഡയറക്റ്റ് സൗണ്ട് കേൾക്കും. ഇനീഷ്യലി ആദ്യം ഡയറക്റ്റ് സൗണ്ട് കേൾക്കും. കുറച്ച് ദൂരെ ഒരു വാൾ, അസ്യൂം ദാറ്റ് ദർ ഈസ് എ വാൾ അറ്റ് സം ഡിസ്റ്റൻസ്, ഒരു ചുമര അല്ലെങ്കിൽ വാൾ ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ വാട്ട് ഹാപ്പൻസ്? സോ ആദ്യം കേൾക്കും, ദെൻ സൗണ്ട് wave will travel here and reflected from this wall and reached back to and will reach back to this ear. എന്ത് പറ്റും? ആദ്യം ഒറിജിനൽ സോഴ്സിൽ നിന്നുള്ള സൗണ്ട് കേൾക്കും. അത് കഴിഞ്ഞ് ആഫ്റ്റർ സം ടൈം അവർ ഇയർ വിൽ ഇന്റർസെപ്റ്റ് ദ റിഫ്ലക്റ്റഡ് വേവ്. റിഫ്ലക്ട് ചെയ്ത് വന്ന വാളിൽ അല്ലെങ്കിൽ വാളിൽ റിഫ്ലക്ട് ചെയ്ത വേവ് എന്ത് ചെയ്യും? ചെവിയിൽ ഓഡിബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് എക്കോ. സോ നിങ്ങൾക്ക് എക്കോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും എക്കോ. ഓർ എക്കോ ഇസ് ഡ്യൂ ടു റിപ്പീറ്റേഷൻ ഓഫ് സൗണ്ട് ബൈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഫ്രം ദി സർഫസ് ഇൻ എൻക്ലോസ്ഡ് ഹാൾ. സോ ഇഫ് യു ആർ ടേക്കിംഗ് എൻ എൻക്ലോസ്ഡ് ഹാൾ, ഒരു എൻക്ലോസ്ഡ് ഹാൾ ആണ് എടുക്കുന്നതെങ്കിൽ അതിന് പല സർഫസിൽ നിന്ന് എന്ത് ചെയ്യും? ഈ സൗണ്ട് വേവ്സ് റിഫ്ലക്ട് ചെയ്യും. സോ ഒറിജിനൽ സൗണ്ട് വേവ് കേട്ട് കഴിഞ്ഞിട്ടും ആഫ്റ്റർ ഹിയറിംഗ് ദ ഒറിജിനൽ സോഴ്സ് ഓഫ് സൗണ്ട് ദെൻ വി വിൽ ഹിയർ എക്കോ. അതിന്റെ റിഫ്ലക്ഷൻ കേൾക്കും. അത് 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഈ റിഫ്ലക്ഷൻ കേൾക്കും. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എക്കോ. And echo is heard if the direct sound and the reflected sound reaches the listener's eye within a time interval of 1/7 second. നമ്മുടെ ലിസണേഴ്സ്, അതായത് നമ്മുടെ ലിസണർ, അതായത് ഈ ശബ്ദം കേൾക്കുന്നയാൾക്ക് എന്ത് ചെയ്യും? ഒറിജിനൽ സൗണ്ടും ഈ റിഫ്ലക്റ്റഡ് സൗണ്ട് വേവും തമ്മിലുള്ള ടൈം ഇന്റർവൽ 1/7 സെക്കൻഡ്സിൽ കൂടുതലാണെങ്കിൽ മാത്രമേ എക്കോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. ഇഫ് ദ time interval is less than 1/7 second. ഈ ടൈം ഇന്റർവൽ ലെസ് ദാൻ 1/7 seconds, സെക്കൻഡിന്റെ 7/1, that is 1/7 seconds. So if the time interval is less than 1/7 second, then echo and direct sound cannot be distinguished. 1/7 secondsൽ താഴെയാണ് ഈ റിഫ്ലക്റ്റഡ് സൗണ്ട് വേവും അല്ലെങ്കിൽ ഒറിജിനൽ സൗണ്ട് വേവും ലിസൺ കേൾക്കുന്നത് അല്ലെങ്കിൽ ചെവിയിൽ എത്തുന്നത് നമ്മളെ ടൈം ഡിഫറൻസ് 1/7 ആണെങ്കിൽ, 1/7ൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ എക്കോയും ഒറിജിനൽ സൗണ്ടും തമ്മിൽ വേർതിരിച്ചറിയാൻ നമ്മുടെ ബ്രെയിനിന് പറ്റില്ല. സോ എന്താണ്? മിനിമം ഒറിജിനൽ സൗണ്ട് കേട്ട് കഴിഞ്ഞ് മിനിമം 1/7 സെക്കൻഡെങ്കിലും കഴിഞ്ഞിരിക്കണം. എന്നിട്ട് റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ് നമ്മുടെ ചെവിയിൽ എത്തിയാൽ മാത്രമേ നമുക്കത് എക്കോ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. സോ ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. എക്കോ ഈസ് ഹേർഡ് ഇഫ് ദ ഡയറക്റ്റ് സൗണ്ട് ആൻഡ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട് റീച്ച് ദ ലിസണേഴ്സ് ഇയർ വിത്തിൻ എ ടൈം ഇന്റർവൽ ഓഫ് 1/7 seconds. Now, echo എന്താണെന്ന് മനസ്സിലായി. Now, what is reverberation? What do you mean by reverberation? Reverberation is the persistence of sound energy in a hall due to multiple reflections from wall, ceiling, etc. It's called reverberation. So, the listeners hear a series of sound in addition to the direct sound from the source. Reverberation എന്ന് പറഞ്ഞാൽ എന്താ? Persistence of sound energy. That term is very important. Reverberation is persistence of sound energy. അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അത് തീരുന്നില്ല എന്നൊരു തോന്നൽ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഡെസ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെസ്കിൽ ബീറ്റ് ചെയ്യുന്നു. ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് വെച്ചിട്ട് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേഷൻ നിർത്തി കഴിഞ്ഞാലും ഈവൻ ആഫ്റ്റർ ഇഫ് ദ വൈബ്രേഷൻ ഓഫ് ട്യൂണിംഗ് ഫോർക്ക് ഈസ് സ്റ്റോപ്പ്, വി വിൽ എക്സ്പീരിയൻസ് എ സൗണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ബെല്ലടിച്ചു കഴിഞ്ഞു, കുറേ ബെല്ലടിച്ചു, ബെല്ല് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ചെവിയിൽ എക്സ്പീരിയൻസ് ചെയ്യും. ഈവൻ ദർ ഇസ് ഒരു സൗണ്ട് ആണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ദാറ്റ് ഇലൂഷൻ ഓർ ദാറ്റ് പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് എനർജി ഇൻ എ ഹാൾ due to multiple reflections from a wall, ceiling, etc. is called reverberation. So echo alla reverberation. There is a lot of difference between echo and reverberation. Both are due to reflections. Random reflections are, but reverberation is persistence of sound energy. Reverberation എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ അല്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇവിടെ നെക്സ്റ്റ് സ്ലൈഡിൽ കാണിച്ചു തരുന്നത്. ദിസ് ഈസ് എ ഗ്രാഫ് റെപ്രസെന്റിങ് എക്കോ ആൻഡ് റിവർബറേഷൻ. എക്കോ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ വെൻ വി സേ ഹലോ ഇൻ എ ബിഗ് ഹാൾ, ഒരു വലിയ ഹാള് ഹലോ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ കേൾക്കുക? എക്കോ എങ്ങനെ കേൾക്കുക? എക്കോ ഈസ് ഹെഡ് as ഹലോ 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 ലൈക്ക് ദാറ്റ്. ബട്ട് വാട്ട് ഈസ് റിവർബറേഷൻ? റിവർബറേഷൻ ഈസ് നോട്ട് റിപ്പീറ്റേഷൻ ലൈക്ക് ഹലോ 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 ഹലോ. ദാറ്റ് ഈസ് ഹലോ. ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട്. അത് ഹലോ എന്ന് പറഞ്ഞാൽ അത് റിപ്പീറ്റേഷൻ അല്ല. ഈ സൗണ്ട്, ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു സൗണ്ട് വേവ് എന്താ?
ഒരിക്കലും തീരാത്ത പോലെ, ലൈക്ക് ഇറ്റ് ഈസ് നെവർ എൻഡിങ്. അല്ലെങ്കിൽ റിയൽ വേർഡ് പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് എന്താ കുറേ സമയത്തേക്ക് ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ. ദിസ് ഇലൂഷൻ ഇസ് ഡ്യൂ ടു ആ സൗണ്ട് എനർജി ഹാളിൽ പിന്നെയും പല മെറ്റീരിയൽസും റിഫ്ലക്ട് ചെയ്ത് വീണ്ടും നമ്മുടെ ഇയറിലേക്ക് എത്തുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഇലൂഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് റിവർബറേഷൻ. എക്കോ ഈസ് റിഫ്ലക്ഷൻ ആൻഡ് റിപ്പീറ്റേഷൻ. സോ ഈ ഒരു ഗ്രാഫ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിഫറൻസ് മനസ്സിലാവും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ echo and reverberation. Now, for a good acoustics, the reverberation time must have an optimum value, and the reverberation time should neither too large or too small. അതൊരു നല്ലൊരു ഗുഡ് അക്കൗസ്റ്റിക് ഹാൾ ആണെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ സൗണ്ട് എനർജി അല്ലെങ്കിൽ സൗണ്ട് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൾ ആണെന്ന് പറയണമെങ്കിൽ, the reverberation time should have an optimum value. Reverberation time എന്താണ്, കുറയാനും പാടില്ല കൂടാനും പാടില്ല. That means if our reverberation time is very high, റിവർബറേഷൻ ടൈം വളരെ വലുതാണെന്ന് വിചാരിച്ചോ, വാട്ട് ഈസ് ദ പ്രോബ്ലം? റിവർബറേഷൻ ടൈം വളരെ വലുതാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പറയുന്ന എല്ലാ വാക്കിനും കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? ദർ വിൽ ബി എ കണ്ടിന്യൂസ് ഓർ നോൺ എൻഡിങ് സൗണ്ട് പ്രൊഡക്ഷൻ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്ക് ഫുൾ കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഞാൻ ആദ്യ ഒരു വാക്കാണ് വാട്ട് ഈസ് ദിസ്. സോ വാട്ട് എന്ന വാക്ക് പറഞ്ഞു, ഐ സേ ദ വേർഡ് വാട്ട്. ഈസ് എന്ന വേർഡ് പറയുമ്പോഴും എന്താ, വാട്ടിന്റെ ബാക്കി സൗണ്ട് കേട്ടോണ്ടിരിക്കും. ദാറ്റ് ഈസ് എ പ്രോബ്ലം. യാ. ആൻഡ് what happens if the reverberation time is too small? Reverberation time വളരെ കുറവാണെന്നെങ്കിൽ what is the problem? If reverberation time is very small, then sound will be not continuous. അതായത് സൗണ്ട് ഒരിക്കലും കണ്ടിന്യൂസ് ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് റിവർബറേഷൻ ടൈം വളരെ ചെറുതാണെങ്കിൽ, ഇപ്പൊ പാട്ടിന്റെ അല്ലെങ്കിൽ ഒരു സോങ്ങിന്റെ രണ്ട് വാക്കുകൾക്കിടയിൽ എന്താ, ഡെഡ് ബീറ്റ് സൈലൻസ് വരും. വാട്ട് ഇസ് ഡെഡ് ബീറ്റ് സൈലൻസ്? അതായത് നമ്മൾ ഒരു സോങ് പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് പാടുമ്പോൾ എന്താ, കണ്ടിന്യൂസ് ആയിരിക്കണം, വാക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ സൗണ്ട് കുറച്ചെങ്കിലും മറ്റൊരു വാക്കിലേക്ക് കയറിയിരിക്കണം. ബട്ട് ഇഫ് ദ റിവർബറേഷൻ ടൈം ഈസ് ടു സ്മോൾ, റിവർബറേഷൻ ടൈം വളരെ ചെറുതാണെങ്കിൽ എന്താ, ഒരു വാക്ക് പറഞ്ഞു ഡെഡ് ബീറ്റ് സൈലൻസ്, അടുത്ത വാക്ക് പറഞ്ഞു ഡെഡ് ബീറ്റ് സൈലൻസ്, ദാറ്റ് വിൽ ക്രിയേറ്റ് എ ന്യൂസൻസ് ടു ഓഡിയൻസ്. അത് കേൾക്കുന്ന ഓഡിയൻസിന് ഒരു ന്യൂസൻസ് ആയിരിക്കും. സോ റിവർബറേഷൻ ടൈം, വാട്ട് ഈസ് ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് റിവർബറേഷൻ ടൈം? എന്താണ് റിവർബറേഷൻ ടൈമിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്? അത് കൂടാനും പാടില്ല കുറയാനും പാടില്ല, ഓർ ഇറ്റ് ഷുഡ് ഹാവ് ആൻ ഒപ്റ്റിമം വാല്യൂ. സോ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, സീരിയസ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്കോ ആൻഡ് റിവർബറേഷൻ? എക്കോയും റിവർബറേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എക്കോ അല്ല റിവർബറേഷൻ. സോ ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. സോ എക്കോ റിവർബറേഷൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. സോ അവസാനം ഞാനൊരു കാര്യം കൂടി പറയാം. വാട്ട് ഈസ് റിവർബറേഷൻ ടൈം? വാട്ട് യു മീൻ ബൈ റിവർബറേഷൻ ടൈം? സോ റിവർബറേഷൻ ടൈം എന്താണെന്ന്, റിവർബറേഷൻ എന്താണെന്ന് പറഞ്ഞു. നൗ വാട്ട് ഈസ് റിവർബറേഷൻ ടൈം? Reverberation time is the time in which, or the time which that sound wave exists even after the original sound is cut off. അതായത് നമ്മൾ ഒറിജിനൽ സോഴ്സ് ഓഫ് സൗണ്ട് കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും എത്രത്തോളം സമയം നമുക്ക് ഈ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് റിവർബറേഷൻ എന്ന് പറഞ്ഞു. റിവർബറേഷൻ ഈസ് ദ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ഈവൻ ആഫ്റ്റർ ദി ഒറിജിനൽ സൗണ്ട് ഈസ് സ്റ്റോപ്ഡ്. അതായത് ഒറിജിനൽ സൗണ്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞും അല്ലെങ്കിൽ സൗണ്ട് സോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞും if we can hear that sound, then that is reverberation. Then what is the amount of time that we can hear this sound even after the source is stopped? That is reverberation time. Or mathematically speaking, reverberation time is defined as the time required by the sound energy to reduce its intensity to 10⁻⁻⁶ times, or 1,000,000th time of its original intensity from the moment when the source of sound is cut off. That means what is the amount of time that we will experience that sound even after the source is cut off? And the original sound cut off ചെയ്തു കഴിഞ്ഞിട്ടും നമുക്ക് എത്രത്തോളം സമയം, what is the amount of time we can feel that sound? That is reverberation time. And one of the important formula which connects reverberation time with the volume of Hall and the amount of absorption is Sabine's formula. So what is Sabine's formula? Sabine's formula, it relates reverberation time, or it predicts the reverberation time T in terms of the volume of Hall and the total sound energy absorbed by materials of Hall. So again, what is Sabine's formula? Sabine's formula helps us to predict the reverberation time in the terms of what? In the terms of the volume of Hall. That means if we are talking about a hall or a classroom, ഉദാഹരണത്തിന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് റൂമിനെ കുറിച്ചാണ് ചിന്തിക്കുക, then what is the volume of Hall?
And what is the total amount of absorption? That is predicted by Sabine's formula. So Sabine's formula, T is equal to 0.163 V by A. So T, what is T? T is the reverberation time of this specific hall. ഒരു സ്പെസിഫിക് ഹാളിനെ സംബന്ധിച്ച് വാട്ട് ഈസ് റിവർബറേഷൻ ടൈം? ഹൗ മച്ച് ടൈം the sound, exact sound energy get persisted in this sound. That is reverberation time T. Reverberation time T is equal to 0.163 V by A. What is V? V is the volume of hall that we are talking about. Volume of hall. What is A? A is the total absorption. And A is the sum of the total amount of energy absorbed by walls and materials in the hull. That means we already talked that, we already said that there will be a lot of materials in the hull. എന്താ നമ്മൾ സംസാരിക്കുന്ന ഹാൾ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ എന്താ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവും. ആൻഡ് ഓൾ ദി മെറ്റീരിയൽസ് വിൽ അബ്സോർബ് ദ എനർജി. എല്ലാ മെറ്റീരിയൽസ് എന്ത് ചെയ്യും? അതിൻ്റെതായ വിധത്തിൽ സൗണ്ട് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ടാവും. സോ വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് അബ്സോർപ്ഷൻ? ഈ എല്ലാ മെറ്റീരിയൽസും അബ്സോർബ് ചെയ്ത ടോട്ടൽ എനർജി എന്താണ്? ഓർ വാട്ട് ഈസ് ദ ടോട്ടൽ അബ്സോർപ്ഷൻ? ഓർ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഏരിയ ഇൻ ഓപ്പൺ വിൻഡോ കറസ്പോണ്ടിങ് ടു ടോട്ടൽ അബ്സോർപ്ഷൻ? അതായത് ഈ പറഞ്ഞ മെറ്റീരിയൽസ് എല്ലാം ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അത്രയും സൗണ്ട് എനർജി അബ്സോർബ് ചെയ്യാൻ ഹൗ മച്ച് ഏരിയ ഈസ് നീഡഡ് ഇൻ ഓപ്പൺ വിൻഡോ? ഓപ്പൺ വിൻഡോയിൽ എത്രത്തോളം ഏരിയ വേണം? ദാറ്റ് ഈസ് എ, ഓർ എ റെപ്രസെന്റ്സ് ടോട്ടൽ അബ്സോർപ്ഷൻ. So again, Sabine's formula is very important. Sabine's formula വളരെ important ആണ്. What is Sabine's formula? Sabine's formula help us to predict the reverberation time. ഒരു ഹാള് വന്നു, നമുക്ക് ഉദാഹരണത്തിന് ഒരു ക്ലാസ് റൂം വന്നു. ആ ക്ലാസ് റൂമിന്റെ വോളിയം നമുക്കറിയാം. And if we also know all the absorption coefficient and surface area of all the material. ആ ഒരു ഹാളിനുള്ളിലെ എല്ലാ മെറ്റീരിയൽസിന്റെയും സർഫസ് ഏരിയയും അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റും നമുക്ക് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ Sabine's formula help us to calculate the reverberation time. So Sabine's formula, what is the use of Sabine's formula? Sabine's formula എന്ത് ചെയ്യും? Reverberation time calculate ചെയ്യാൻ സഹായിക്കും. Using the equation T is equal to 0.163 V by A. So page number 178, Sabine's formula എന്ന ടോപ്പിക് ഒന്ന് വായിച്ചു നോക്കുക. സോ എന്തെങ്കിലും സംശയം ചോദിക്കാം. So what is A? A എന്ന് പറയുന്നത് A is the total absorption. A is alpha 1 S1 plus alpha 2 S2 plus alpha 3 S3 plus so on. എന്താ ഒരു മെറ്റീരിയൽ ഇപ്പൊ S1 ഫ്ലോർ ആണ്. ഫ്ലോറിന്റെ സർഫസ് ഏരിയ അറിയാം, ഫ്ലോറിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് അറിയാം. സോ ടോട്ടൽ അബ്സോർപ്ഷൻ ഈസ് ആൽഫ 1 ഇൻറ്റു S1. ആൽഫ 2 എന്ന് പറയുന്നത് സീലിംഗിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. S2 എന്ന് പറയുന്നത് സീലിംഗിന്റെ സർഫസ് ഏരിയ ആണെങ്കിൽ ആൽഫ 2 S2. ആൽഫ 3 എന്ന് പറയുന്നത് സം അതർ മെറ്റീരിയൽ ഫർണിച്ചറിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. S3 എന്ന് പറയുന്നത് എന്താ? അതേ ഫർണിച്ചറിന്റെ സർഫസ് ഏരിയ. സോ ടോട്ടൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഓരോ മെറ്റീരിയലിന്റെ അബ്സോർപ്ഷൻ പ്ലസ് അബ്സോർപ്ഷൻ പ്ലസ് അബ്സോർപ്ഷൻ പ്ലസ് സം ഓഫ് ടോട്ടൽ അബ്സോർപ്ഷൻ ആണ്. സോ നിങ്ങൾ പ്രോബ്ലം ചെയ്യും. അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് Sabine's ഫോർമുല യൂസ് ചെയ്ത പ്രോബ്ലംസ് ട്യൂട്ടോറിയലായിട്ട് ചെയ്യിപ്പിക്കും. സോ എന്ത് ചെയ്യണം? സോ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഈ കാര്യം മനസ്സിലാവും. സോ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, തിയററ്റിക്കൽ സബ്ജക്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളുകളിലൊന്നും പഠിച്ച പോലെ ഡെറിവേഷൻ അല്ല. എക്സാമിന്റെ തലേദിവസം ഡെറിവേഷൻ പഠിക്കുന്ന പോലെ പഠിക്കാൻ പറ്റില്ല. എക്സാമിന്റെ തലേദിവസം ഡെറിവേഷനും പഠിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. നിങ്ങൾ തന്നെ ഇത് ഫോളോ ചെയ്യണം. കൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്ന സിമ്പിൾ ആയിട്ട് എക്സാം എഴുതാം. എന്താണ് റിവർബറേഷൻ, എന്താണ് എക്കോ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദാറ്റ്സ് ഇറ്റ്. Sabine's ഫോർമുല വെച്ചുള്ള പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, എല്ലാ സെമസ്റ്ററിലും ചോദിക്കാറുണ്ട്. സോ അത് നമ്മൾ ചെയ്യും, ഒരു അവർ മുഴുവൻ അതിന്റെ പ്രോബ്ലംസ് ചെയ്യും. സോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി വൺ ഓക്കെ. സംശയമില്ലെങ്കിൽ അറ്റൻഡൻസ് പറഞ്ഞു. One, 2, 3, 4, 5, 6,
7. 8. 9. 10. 11. 12. 13. 14 absent. 15. 16. Okay, ആരാ 14 ആരാ? Who is 14? 14 അല്ല, ഓക്കെ, ഞാൻ കണ്ടുപിടിച്ചോളാം. ഓക്കെ, താങ്ക് യു.